നാട്ടിൽ ഇതിന് ഷുഗർ ചീര, കപ്പച്ചീര, മരച്ചീര അല്ലെങ്കിൽ മായൻ ചീര അങ്ങനെയെല്ലാം പറയും. ഇത് ഒരു മഹാരാജാവ് തന്നെയാണ്, ചീരകളുടെ കൂട്ടത്തിൽ തന്നെ ഒരു മഹാരാജാവ്. ഒരുപാട് രോഗങ്ങൾക്ക് ഇതൊരു ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ്. ഇത് മെക്സിക്കോയിൽ നിന്നാണ് നമ്മുടെ നാട്ടിലെത്തിയത്. നമ്മളെ വീട്ടുപറമ്പിൽ തന്നെ കുറച്ച് ഏരിയയിൽ, അതും ഒരു വട്ടം നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങൾ ഇല എടുക്കാനും അത് ഉപയോഗിക്കാനും പറ്റും. ഇത് നമ്മൾ വിചാരിക്കും ഒരു പാഴ്ചെടിയാണെന്ന്, നമ്മളെ പറമ്പിൽ ഏതെങ്കിലും ഒരു മൂലയിലെല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മളതിനെ വേണ്ട പോലെ നോക്കൂല. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ്. കാൽസ്യം, മഗ്നീഷ്യം, അയൺ എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ എല്ലിനും പല്ലിനും എല്ലാം നല്ലതാണ്. ഇതിൻ്റെ പേരിൽ തന്നെ വ്യക്തമാണ്, ഷുഗർ ചീര എന്നാണ് പറയുന്നത്. ഇത് ഷുഗറിന് നല്ലതാണ്. രക്തയോട്ടത്തിന് നിയന്ത്രിക്കാനുള്ള ഒരു എബിലിറ്റി ഇതിനുണ്ട്. ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ എല്ലാം കൺട്രോൾ ചെയ്യും. ഇത് നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം നോക്കാം. നമുക്ക് കറി വെക്കാനും തോരൻ വെക്കാനും എല്ലാം പറ്റും. വയസ്സായവർക്കും കുട്ടികൾക്കും പ്രത്യേകിച്ച് ഗർഭിണികൾക്കും വളരെ നല്ലതാണ്. ഈ പ്രഗ്നൻ്റ് സമയത്ത് ഈ ചീര കഴിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. നമ്മളെ ബോഡിയിലെ എല്ലാ മിനറൽസിൻ്റെയും എല്ലാം വിറ്റാമിൻസിൻ്റെ എല്ലാം മെഷർ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. സാധാരണ ഒരു ചീര നമ്മൾ നട്ട് കുറച്ച് കാലേ നമുക്കതിൻ്റെ ഉപയോഗം ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് അതേപോലെയല്ല, ഒരിക്കൽ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം കിട്ടും. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളോ പോഷക ഗുണങ്ങളോ ആൾക്കാർക്ക് അറിയാത്തത് കൊണ്ട് ഇതൊരു കാട്ടുചെടിയോ പാഴ്ചെടിയാണെന്ന് പറഞ്ഞ് മാറ്റി വെച്ചതാണ്. പക്ഷേ അതല്ല, പോഷക ഗുണങ്ങളിൽ ഇത് ഒരു രാജാവ് തന്നെയാണ്. ഇത് നമുക്ക് തോരൻ ഉണ്ടാക്കാനെല്ലാം പറ്റും. തേങ്ങയും ജീരകവും ഒക്കെ പച്ചമുളകെല്ലാം ഇട്ട് ഒതുക്കിയിട്ട് തോരനെല്ലാം വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. മാത്രമല്ല നമുക്ക് പരിപ്പും കൂട്ടി കറിയാക്കിയും കഴിക്കാം. ചായ മനസ്സയെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഇതിൽ വിഷാംശം ഉണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പൊതുവെ ആളുകളുടെ ഇടയിലുണ്ട്. പക്ഷേ അതങ്ങനെയല്ല. നമ്മളുടെ സാധാരണ കപ്പയിലെല്ലാം ഉള്ള പോലെയുള്ള ചെറിയ വിഷാംശമേ ഉള്ളൂ. അത് നമുക്ക് മാറ്റിയെടുക്കാമുള്ളൂ. പൊട്ടിച്ച് കാണാം, ഒരു കറ മാറ്റത്തൊരു സാധനം കാണാം, ഒരു വെള്ള കളറിൽ. ഈ കറ സാധാരണ നമ്മളുടെ കപ്പയിലെല്ലാം ഉണ്ടാവുന്ന അതേ ഒരു കറ തന്നെയാണിത്. ഇതത്ര വിഷാംശമുള്ള ഒരു സാധനമൊന്നുമല്ല. ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. കുക്ക് ചെയ്യണതിൻ്റെ മുന്നേ ഒരു 10-20 മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, പാചകം ചെയ്യുന്ന സമയത്ത് അലൂമിനിയം, ഇൻഡാലിയം പാത്രങ്ങൾ ഉപേക്ഷിക്കാം. പകരം നമ്മളുടെ സാധാരണ മൺചട്ടിയിലോ പിന്നെ സ്റ്റീലിൻ്റെ പാത്രത്തിലോ ഉണ്ടാക്കിയാൽ മതി.